വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ 451, അതായത് ഇന്നിറങ്ങാൻ പോകുന്ന എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ ലെങ്ത് പ്രോമോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് റിലീസായിട്ട് ആദ്യമായി ഒരു പ്രോമോയിലോട്ട് പോകാം. പ്രോമോൻ്റെ തുടക്കത്തിൽ തന്നെ ബാലു ഫോണും വിളിച്ചിട്ട് നടക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാറി നിന്ന് ദിയ ശ്രദ്ധിക്കുന്നുണ്ട്. ബാലു ആരോട് ഫോൺ സംസാരിക്കുന്നു. ദിയ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ബാലുവിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് ആരാ എന്ന രീതിക്ക് വളഞ്ഞിട്ട് ഒരുമാതിരി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലു തിരിച്ചു പറയുന്നത് എൻ്റെ പഴയൊരു കാമുകയാണ് എന്ന രീതിക്ക് ബാലു തിരിച്ച് ദിയയോട് പറയുന്നുണ്ട്. അപ്പോൾ ബാലു പറഞ്ഞതും കേട്ടിട്ട് ദിയ രാംകുമാറോട് പോയി പറയുന്നുണ്ട്. രാംകുമാറോട് പറയുന്നുണ്ട് ബാലു അച്ഛൻ ജീവിക്കുന്നത് പ്രണയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിക്ക്. അപ്പോൾ രാംകുമാർ ഭയങ്കര അസാൾട്ടായിട്ട് അത് കേട്ട് പറയുന്നുണ്ട് ബാലുവും നീലും പ്രണയവിവാഹമായിരുന്നു, അതുകൊണ്ട് അവരുടെ പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഇപ്പോഴും ഉണ്ടാവും, അതുകൊണ്ട് ഇപ്പോഴും പ്രണയിച്ച് നടക്കുകയായിരിക്കും എന്ന രീതിക്ക് സിമ്പിളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ദിയ ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അത് നീലോമയാണെന്ന് ആരാ പറഞ്ഞത് എന്ന രീതിക്ക് രാംകുമാറോട് പറയുമ്പോൾ രാംകുമാർ ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട്. അപ്പം നീലു അല്ലേ എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത സീനിൽ ഇതെല്ലാം കേട്ടിട്ട് ഹൈമോദി നീലിനോടൊന്ന് പറയുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ഹൈമോദി പറയുന്നുണ്ട് ആണുങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് പലയിടത്തും പോകുന്നതാണ് എന്ന രീതിക്കൊക്കെ നീലിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത സീനിൽ നീലു ചായ എടുത്തിട്ട് ബാലുവിന് കൊടുക്കാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ തന്നെ പറയുന്നുണ്ട് കുറേ നേരമായില്ലേ ഫോണിൽ എന്ന രീതിക്ക് സർക്കാസ്റ്റിക്കായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബാലു പറയുന്നുണ്ട് ഫോണെന്ന് പറയുന്ന ഒരാളുടെ സ്വകാര്യതയാണ് എന്ന രീതിക്ക് നീലുവിനെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത സീനിൽ കേശു പാറുക്കുട്ടിയോടും ബാക്കിയുള്ളവരോടൊക്കെ സംസാരിക്കുന്ന പോലെ കാണിക്കുന്നത്. അതിൽ കേശു പറയുന്നുണ്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ അച്ഛൻ ഭയങ്കര ഫിലോസഫിയും മാന്യതയൊക്കെയാണ്, നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ വെറും തറ എന്ന രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് പാറുക്കുട്ടി പറയുന്നുണ്ട് ഇതൊക്കെ അച്ഛൻ കേൾക്കണ്ട എന്ന രീതിക്ക്. അങ്ങനെ പ്രോമോൻ്റെ അവസാന സീനിൽ ബാലു ഇങ്ങനെ ഫോണിൽ സംസാരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഫോണിൽ പറയുന്നുണ്ട് എൻ്റെ കളിയൊക്കെ നീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ നീലും ഉണ്ടാവും. നീലും ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ബാലും സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും. അങ്ങോട്ട് ഫേസ് ടു ഫേസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്രോമോ ഉണ്ടാവുന്നത്. പിന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ബാലു ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ആരാണെന്ന് ഇതുവരെ കാണിച്ചിട്ടില്ല, പുതിയൊരു ക്യാരക്ടർ ആയിരിക്കാം. അങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് ദിയ ഇത് കണ്ടുപിടിച്ചിട്ട് ദിയ പോയിട്ട് രാംകുമാറോട് പറയുന്നുണ്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് എന്ന രീതിക്കൊക്കെ. ആദ്യം രാംകുമാർ വിചാരിക്കുന്നത് നീലോ ആയിരിക്കും എന്നാണ്, പക്ഷേ ദിയ പറയും നീലോമയൊന്നും അല്ല എന്ന് പറയുമ്പോൾ രാംകുമാറും ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ഇത് ഹൈമോദി വന്നിട്ട് ഹൈമോദി നീലുവിനോട് പോയി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നീലുവിനോട് കുറേ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് എന്ന രീതിക്കൊക്കെ. അപ്പോൾ നീലു ഇതും കേട്ടിട്ട് ബാലുവിൻ്റെ അടുത്ത് പോയി ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. ബാലു പറയുന്നുണ്ട് ഫോണൊക്കെ ഒരാളുടെ പ്രൈവസിയാണ് എന്ന രീതിക്കൊക്കെ പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് വെക്കുന്നുണ്ട്. അങ്ങനെ കേശുവും പറയുന്നുണ്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ നല്ല ഫിലോസഫിയും തത്വങ്ങളൊക്കെയാണ്, പക്ഷെ നമ്മുടെ അടുത്ത് ഭയങ്കര തറയാണ് എന്ന രീതിക്കൊക്കെ കേശുവും പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം ബാലു ഫോണിൽ സംസാരിക്കുമ്പോൾ നീലു അത് പിടിക്കുന്നുണ്ട് ആരാണെന്നൊക്കെ ഈ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സിലേ റിവീൽ ചെയ്യത്തുള്ളൂ. ഏതായാലും അങ്ങനെ വൾഗറായിട്ട് പോകാനുള്ള ചാൻസസ് ഒന്നുമില്ല. ചിലപ്പോൾ അറിയുന്ന ആരെങ്കിലും അടുത്തായിരിക്കും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ കണ്ടന്റ് ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. അതിലും ഈ ഒരു എപ്പിസോഡ് എങ്ങനെയുണ്ടാവുമെന്ന് കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഒരു എപ്പിസോഡിലും നമ്മൾ പറഞ്ഞ പോലെ ലച്ചുവൊന്നും ഈ ഒരു എപ്പിസോഡിലും ജോയിൻ ചെയ്തിട്ടില്ല. ആകെയുള്ളത് ബാലു നീലും കേശും പാറുക്കുട്ടിയും ഹൈമോദിയും ദിയും രാംകുമാറും മാത്രമാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടന്റ് ബാലുവിനെ ചുറ്റിപ്പറ്റിയാണെന്ന് തോന്നുന്നത് പ്രോമോ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.